ചൈന ഗ്രാസും ജെലറ്റിനും ഒന്നുമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ബട്ടർ ഒന്നങ്ങ് ചൂടായിട്ട് ഒന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. ഇതുപോലെ ഒന്ന് ബട്ടർ കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് മൂത്ത് വന്നാൽ മതി കേട്ടോ, ഒരു ഹാഫ് മൂപ്പായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ണുള്ള സേമിയ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, ഏത് സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെയുള്ള തിന്നായിട്ടുള്ളതാകുമ്പോൾ കാണാനും കുറച്ചും കൂടി ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 175 ഗ്രാം സേമിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സേമിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം. ഇനി ഇതൊന്നങ്ങ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞൊന്നും പോയരുത്, തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സേമിയ വെന്ത് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ വേറൊരു സോസ് പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 500 മില്ലി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ വെറും പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതാ ഞാനിവിടെ വേറൊരു ബൗളിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തിളച്ച് വന്നിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയം തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം കേട്ടോ, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കി ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്നങ്ങ് ഇളക്കിയാൽ മതി. ഇളക്കി ഒന്നങ്ങ് നല്ല ചൂടായിട്ടുള്ള തിളച്ച പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് തിളച്ച് ഇതുപോലെ അങ്ങ് കുറുകി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇതാ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, 2 സ്റ്റെപ്പ് മാത്രം മതി. ഇനി ഇതാ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഏറ്റവും താഴെയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ, അതാണ് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇപ്പോൾ ചൂടാറുന്തോറും ഇതിങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം, തണുക്കാൻ പാടില്ല, ചൂടോട് കൂടിയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. വീണ്ടും കസ്റ്റാർഡ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ലെയർ സേമിയ കൊടുത്തിട്ട് വീണ്ടും കസ്റ്റാർഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു പാത്രം ഫുള്ളാവുന്നത് വരെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. മുകളിൽ ഞാൻ കുറച്ച് സേമിയ കുറച്ചേ ഉള്ളൂ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗാർണിഷ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 3-4 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ കസ്റ്റാർഡ് പുഡിംഗ് റെഡിയായി. ഈസി ആയിട്ട് ചൈന ഗ്രാസും ജെലറ്റിനൊന്നും ഇല്ലാതെ എല്ലാവർക്കും റെഡിയാക്കി നോക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്